നമസ്കാരം. എല്ലാ മലയാളി വാർത്ത പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് തിരുപ്പിറവിയുടെ ഓർമ്മപ്പെടുത്തലാണ്. രക്ഷകന്റെ തിരുപ്പിറവിയുടെ സന്ദേശവുമായി ക്രിസ്മസ് എത്തി. ഡിസംബറിലെ മഞ്ഞും കാരോൾ സംഗീതവും പുൽക്കൂടുകളും തിളങ്ങുന്ന നക്ഷത്രങ്ങളും അകമ്പടി നിന്ന് രാത്രി പുൽക്കൂട്ടിൽ പിറന്നു വീണ ഉണ്ണിയേശുവിന്റെ സ്മരണ നാടെങ്ങും പുതുക്കി. പള്ളികളും വീതികളും വീടുകളും ദീപങ്ങളാൽ അലങ്കരിച്ചു. ദേവാലയങ്ങളിൽ ക്രിസ്മസ് തിരുകർമ്മങ്ങൾ നടന്നു. ദേവാലയങ്ങളിൽ പാതിര കുർബാനയും തിരുപ്പിറവി ശുശ്രൂഷകളും ഉണ്ടായിരുന്നു. പ്രാർത്ഥനാ നിർഭരമായ ആഘോഷ ചടങ്ങുകളോടെ ഉണ്ണിയേശുവിന്റെ പിറവിയെ ആഘോഷമാക്കി. 25 നാൾ നീണ്ട നോമ്പിന് ശേഷമുള്ള ക്രിസ്മസ് വിശ്വാസികൾക്ക് ആഹ്ലാദത്തിന് ദിനം കൂടിയാണ്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ മുഖ്യകർമ്മിയായി മാറി. ക്രിസ്മസ് ദിനത്തിന്റെ പ്രാധാന്യം തകർക്കാൻ ശ്രമം നടക്കുന്നതായി മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമസ് കത്തോലിക്ക ബാവ പറഞ്ഞു. ഭ്രാന്ത് കൊണ്ട് വെറുപ്പുണ്ടാക്കുന്നവരെ എന്താണ് പറയേണ്ടത്? അവർക്ക് വേണ്ടിയും ഭരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ക്രിസ്തുമസിന്റെ പൊലിമ കളയാൻ മറ്റാഘോഷങ്ങൾ പ്രഖ്യാപിക്കുന്നു. ജീവൻ എടുക്കാനും മർദ്ദിക്കാനും ഭയപ്പെടുത്താനും കഴിയും. യേശുവിന്റെ നാമം ഭൂമിയിൽ നിന്ന് എടുത്തുമാറ്റാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഭ്രാന്ത് കൊണ്ട് വെറുപ്പുണ്ടാക്കുന്നവരെ എന്താണ് പറയേണ്ടത്? അവർക്ക് വേണ്ടിയും ഭരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാമെന്നും ക്രിസ്തുമസ് സന്ദേശത്തിൽ കത്തോലിക്ക ബാവ പറഞ്ഞു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ചടങ്ങുകൾക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി. ക്രൈസ്തവ വിശ്വാസികൾക്ക് എതിരായ ആക്രമണം കൂടിക്കൂടി വരുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പറഞ്ഞു. സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും എന്നും ക്രിസ്തുമസ് ഹൃദയങ്ങളിലാണ് പിറക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം പുനലൂർ ഇടമൺ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടക്കുന്ന എൽദോ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര മെത്രാപൊലീത്ത ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയാൻ കത്തോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു. രാജ്യത്തെ ക്രൈസ്തവരെ സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ആഭ്യന്തര മന്ത്രിയോടും അഭ്യർത്ഥിക്കുന്നതായി CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു. രാജ്യത്തുടനീളവും സുരക്ഷിതമായി ക്രിസ്തുമസ് ആഘോഷിക്കാൻ കർശന നിയമപാലനം ഉറപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാരോടും അഭ്യർത്ഥിക്കുന്നു. മത ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പാക്കണം. ക്രിസ്മസ് വേളയിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ആത്മാവിന് തന്നെ മുറിവേൽപ്പിക്കുന്നതാണ്. ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു. ആക്രമകാരികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്.